സാലി അഖിൽ കേട്ട് കാണും. സാധാരണക്കാരുടെ പ്രതികരണമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവരോട് എന്ത് കാണിക്കണം, അത് മാറ്റിവെക്കാം നമുക്ക്. ശരി, അവർ തെറ്റ് മറ്റു നടപടികളൊക്കെ കിടക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മനസ്ഥിതി ആളുകൾക്കുണ്ട്? സാലിയോടാണ്. നമുക്കറിയാം, സ്വാർത്ഥത കൊണ്ട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഈ ലോകത്തുണ്ടാവുള്ളൂ. മറ്റ് മൃഗങ്ങളൊന്നും അവനൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും ആക്രമിക്കുകയോ തിന്നാൻ പോകാറില്ല. വിശന്നാൽ ചിലപ്പോൾ മറ്റുള്ളവരെ പിടിക്കാൻ ശ്രമിക്കും, അതൊക്കെ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് ഈ മിണ്ടാപ്രാണികളോട് പോലും ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു? നിങ്ങൾ ഇടപെട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമോ? അതിലൊക്കെ ചില കാരണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ബേസിക്കലി ഇപ്പൊ രഞ്ജിനി പറഞ്ഞ പോലെ നമുക്കൊരു സുപ്പീരിയോറിറ്റി, മനുഷ്യർക്കൊരു ഈഗോ, ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. അതായത് ഈ ലോകത്ത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പൊ ഡോഗ്സിനെ തന്നെ ഇപ്പൊ അഡോപ്ഷൻ ആയാലും അങ്ങനെ ആയാലും ആൾക്കാർ പോകുമ്പോൾ കുരയ്ക്കണ പട്ടിയുണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട്, അപ്പോൾ ഒരു പ്രത്യേക ഒരു റോള് കൊടുത്തിട്ടാണ് നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരിക്കലും ഈ ഒരു കമ്പാനിയൻ ആനിമൽ, ഒരു ഡോഗ് എന്ന് പറയുന്നത് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്, മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലില്ല. ഏതൊരു കേരളത്തിലുള്ള ഒരു വീട്ടിൽ ഡോഗ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ ഡോഗ് ലവർ, ഈ മൃഗസ്നേഹി, പട്ടിസ്നേഹി എന്ന് പറയുന്ന ആള് വരയ്ക്കും വീട്ടിൽ പട്ടീനെ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുക. അപ്പൊ ഒരിക്കലും ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അത് കാരണമാണ് ഒരു അസുഖം വരെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം മതി അതിനെ റോട്ടിലേക്ക്, ആ ഡോഗിനെ റോട്ടിലേക്ക് വേണ്ടാന്ന് നിൽക്കാനായിട്ട്. പിന്നെ എനിക്ക് വേറൊരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് പറയാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തിയ ഡോഗായ കാരണം ഇതിൽ കൂടുതൽ വിഷമം, ഇതൊരു തെരുനായല്ല വളർത്തി, അതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം ഏത് ഡോഗാണെച്ചാലും, ഇല്ലെങ്കിൽ ഡോഗ് എന്നല്ല, ഏതൊരു മൃഗം, ഏതൊരു ജീവനുള്ളൊരു ഒരു ലിവിങ് ബീയിങ്ങിനോട് ചെയ്യാൻ പാടാത്ത ഒരു കാര്യമാണ്. അത് വീട്ടിൽ വളർത്തുന്ന ഡോഗായാലും അത് തെരുവിലത്തെ ഡോഗായാലും എന്തായാലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നുള്ളൊരു കാര്യം, ഈ വക ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിത് കുറെ ചാനലുകളിലെ ആൾക്കാരോടും ഞാൻ സ്ഥിരം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ആനിമൽ ക്രൂവൽറ്റി എന്നുള്ളത് എപ്പോഴും ഒരു ആനിമൽ വെൽഫെയർ ഇഷ്യൂ ആയിട്ടാണ് മിക്കവരും കാണുന്നത്. അതായത് ഒരു മൃഗസ്നേഹികളെ ബാധിക്കുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ മൃഗസ്നേഹികൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതല്ല, ആനിമൽ ക്രൂവൽറ്റി ഇല്ലെങ്കിൽ ക്രൈം ടുവേർഡ്സ് ആനിമൽസ് ഒരു സോഷ്യൽ പ്രോബ്ലം ആണ്. അത് മൊത്തം സൊസൈറ്റീനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് പിന്നീട് മനുഷ്യരും ഇതേ കാര്യങ്ങൾ ചെയ്യുക. ശരിയാണ്. അതാണ് ഇപ്പൊ നേരത്തെ അഭിനന്ദൻ എന്ന് പറഞ്ഞ അദ്ദേഹം സൂചിപ്പിച്ചാണ്, ഇതിനൊരു നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഇതൊക്കെ ആവർത്തിക്കപ്പെടുമില്ല എന്നാണ്. നമുക്കൊരു പ്രേക്ഷക കൂടിയുണ്ട്, സുധ സുനിൽ, ചേർത്തലയിൽ നിന്നും. ശ്രീമതി സുധ, എന്താണ് പറയാനുള്ളത്? അയാൾക്ക് കുറഞ്ഞതൊരു 7 വർഷമെങ്കിലും തടവ് ശിക്ഷ കൊടുക്കണം. അതേപോലെ ഇപ്പൊ ആ മിണ്ടാപ്രാണികളോടുള്ള ഈ ഉപദ്രവം അതിന് ഇനി ആവർത്തിക്കരുത്. ഇവര് ഇതുപോലെ ഇനി ആവർത്തിക്കരുത്. നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങളാണെങ്കിലല്ലേ, ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലുള്ളവരല്ല ഞങ്ങള്. എന്നാലും ഞങ്ങൾ ഒരു 30 രൂപയുടെ ചെലവ് എന്നും ഈ നായി വഴിയെ കൂടി പോണ പട്ടികളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ എന്നും മേടിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു പയ്യന് കഴിഞ്ഞ ദിവസം ഒരു പട്ടീനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച്, എന്നിട്ട് ഞാൻ അതിനെ ചോദ്യം ചെയ്ത് ഞാനിവിടെ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ നന്ദി ശ്രീമതി സുധ പ്രതികരിച്ചതിനെ. കണ്ടോ സാധാരണക്കാരുടെ മനസ്സ് എങ്ങനെയാണ് ഈ സംഭവത്തോട് പ്രതികരിക്കുന്നതെന്നാണ്. രഞ്ജിനി, ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ടു 7 വർഷമെങ്കിലും തടവ് ശിക്ഷ കൊടുക്കണം, അങ്ങനെയുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയും. അഖിലിനോടുകൂടി ചോദിക്കാതിനെക്കുറിച്ച് രഞ്ജിനി, ഇപ്പോൾ നേരത്തെ സാലി പറഞ്ഞു, ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളാണ് വലിയ ആളെന്നുള്ളൊരു ചിന്ത മനുഷ്യന് എപ്പോഴും ഉണ്ട്. അത് ഈ പാവം മൃഗങ്ങളുടെ മേൽ തീർക്കുന്നു. ഇതൊക്കെയാണ് പിന്നീട് മനുഷ്യരിലേക്ക് തന്നെ ആളുകൾ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആളുകളിൽ കൊണ്ടുവരിക? ഇപ്പോൾ പെറ്റ്സ് എന്നൊക്കെ വലിയ അസോസിയേഷനുകളുണ്ട്, അതിനെ നല്ല രീതിയിൽ വളർത്താനുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി വിപുലപ്പെടുത്തണ്ടേ? എല്ലാവരിലേക്കും ഈ ഒരു കരുതൽ മനസ്സ് കൊണ്ടുവരണ്ടേ? എനിക്ക് തോന്നിയത് എന്താണെന്നോ, പൊതുവേ നമ്മൾ കണ്ട് വളരുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മളുടെ ക്യാരക്ടർ ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ചുറ്റുവട്ടത്തിൽ നിന്നായാലും അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. എൻ്റെ അമ്മയും എൻ്റെ വീട്ടിലെ എല്ലാവരും ആനിമൽ ലവേഴ്സ് ആയിരുന്നു. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ മുതൽ പെറ്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ വളർന്നപ്പം കുറേ ചോയ്സസ് ഞാനും എൻ്റെ ജീവിതത്തിൽ എടുത്തു അബൌട്ട് ഹൗ ഐ അപ്രോച്ച് ആനിമൽസ്, എന്താണ് അത് നമ്മൾ മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായം മുതലേ കുട്ടികളെ ആനിമൽസുമായിട്ട് അടുത്തിടപെടാൻ നമ്മൾ സമ്മതിക്കണം. ആനിമൽസ് എന്ന് പറയുമ്പോൾ പെറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം, വെദർ ഇറ്റ്സ് എ ഡോഗ് ഓർ ക്യാറ്റ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൻ്റെ പേടിപ്പിക്കുന്ന കഥകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എപ്പോഴും ഈ സിനിമയിലൊക്കെ നമ്മൾ ഈ പട്ടി എന്ന് പറയുമ്പം നമ്മൾ പേപ്പട്ടി മാത്രം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുള്ളൂ. ബിക്കോസ് അതാണ് ഏറ്റവും അധികം സിനിമയിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരുമ്പോൾ ഒരു കഥയ്ക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ സ്റ്റോറി സ്ക്രിപ്റ്റും ആയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ തങ്ങുന്നത് ആ ഒരു നെഗറ്റീവ് സംഭവം മാത്രം.
മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പട്ടികൾ കടിച്ചാൽ, കുരച്ചാൽ, റോട്ടിൽ കൂടെ സൈഡിൽ കൂടെ നടന്നാൽ പേ വരുന്നൊരു പൊതുവെ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ഓഫ്കോഴ്സ് ദർ ആർ കേസസ് വെയർ റേബീസ് ഡസ് ഹാപ്പൻ. പക്ഷേ ഇത്രയും ഭീകരമാക്കിയത് അത് ഈ വലിയ പങ്ക് അതിൽ മാധ്യമങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എത്രയോ വർഷം മുമ്പ് പട്ടികളുടെ പെരുകിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പ്രതികരിച്ച് കുറേ ആൾക്കാരുടെ തെറിവാങ്ങിച്ച ഒരു സംഭവമുണ്ട്. ആ സമയത്ത് എല്ലാ മാധ്യമങ്ങളും എല്ലാ ഈ റേബീസ് കേസസും നെഗറ്റീവ് ന്യൂസ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമങ്ങളിൽ വന്നൊരു മാറ്റവും ഞാൻ വലിയ രീതിയിൽ ഇത്തവണ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അത്രയും അറിവുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്, നിയമത്തെക്കുറിച്ച്. പോലീസുകാർ കേസ് ഒരിക്കലും എടുക്കില്ല. ഇത്തവണ നമ്മൾ വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കുന്നു കേരള പോലീസിനെ. സുവോമോട്ടോ കേസാണ് എടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു കേസ് പട്ടിയുടെ അഗേൻസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന് അഗേൻസ്റ്റോ ഒരു ക്രൈം നടന്നാൽ ഒരു കേസ് എടുപ്പിക്കാൻ എത്ര നേരം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടിയും കുറെ തെറി കേട്ടിട്ടുണ്ട്. പോലീസിന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. പക്ഷേ ലൈക്ക് സാലി സെഡ്, മൃഗങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അത് ഇത്രയും ക്രൂരമായ രീതിയിൽ മൃഗങ്ങളെ പീഡിപ്പിക്കുന്ന ആൾ, തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലെ ആ ക്രൂരത അത് മനുഷ്യന്റെ അഗേൻസ്റ്റും വരും. അയാൾ ഈ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി, 62 വയസ്സുള്ള വ്യക്തി, ഈ ഒരു പട്ടീനെ മാത്രമായിരിക്കുമോ ഇങ്ങനെ ട്രീറ്റ് ചെയ്തത്? മനുഷ്യനെ എത്രയോ ചിലപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല. അറിയാത്ത കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. സോ ഐ ഓൾവേസ് ഫീൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പം എൻ്റെ അമ്മയുടെ വീട്ടിൽ വി ഹാവ് എ സ്മോൾ ഗേൾ ലിവിങ്. ആ കൊച്ച് ചെറിയ 5 മാസം തൊട്ട് ഞങ്ങളുടെ വീട്ടിലാണ്. എപ്പോഴും ഡോഗ്സ് ഉണ്ട്. ഷീ ഈസ് നോട്ട് സ്കേർഡ് ഓഫ് ഡോഗ്സ് അറ്റ് ഓൾ. അവളെ പട്ടി കടിച്ചിട്ടുമുണ്ട് 2 ആഴ്ച മുമ്പ്, കടിക്കുകയും ചെയ്തു. എന്നിട്ടും അവൾക്ക് പേടിയില്ല. ബിക്കോസ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ്, എല്ലാവരും വാക്സിനേറ്റഡ് ആണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്.